വെൽക്കം. റഹ്മാനാണ്. ആന്റികോയാഗുലൻസ് വീഡിയോ സീരീസിൽ നമ്മൾ ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കുന്ന ആന്റികോയാഗുലൻസിനെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഒന്ന് ഓറൽ ആൻഡ് രണ്ടാമത്തെ ഇഞ്ചക്റ്റബിൾ എന്നാണ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഇഞ്ചക്റ്റബിൾ ആയി കൊടുക്കാവുന്ന ആന്റികോയാഗുലൻസ് ഗ്രൂപ്പിലെ മരുന്നുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മരുന്നുകൾ. സോ ദീസ് ആർ ഇൻഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളിൽപ്പെട്ട ഹെപ്പാരിൻസിനെ കുറിച്ചിട്ടാണ്. സോ ഹെപ്പാരിൻ ആൻഡ് ഹെപ്പാരിൻ ലൈക്ക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാലും മതി. സോ ദീസ് ആർ ഇൻഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റേഴ്സ്. സോ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയും കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നമ്മൾ ഇതിനെ 3 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചാണ് പറയുക. സോ ആദ്യത്തെ ഗ്രൂപ്പ് ഹെപ്പാരിൻ തന്നെയാണ്. സോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ എന്ന് തന്നെ പറയണം. ഓർ അതിനെ ക്രൂഡ് ഹെപ്പാരിൻ എന്ന് നമുക്ക് വിളിക്കാം. ഓർ അൺഫ്രാക്ഷനേറ്റഡ് തരംതിരിക്കാത്ത അതേപോലെയുള്ള അൺഫ്രാക്ഷനേറ്റഡ് ഹെപ്പാരിൻ എന്നും പറയാം. ആൻഡ് ഈ ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു മ്യൂക്കോപോളിസാക്രൈഡ് ആണ് ഈ ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഹൈലി ആസിഡിക് അല്ലെങ്കിൽ മോസ്റ്റ് ആസിഡിക് സബ്സ്റ്റൻസ് ഇൻ അവർ ബോഡി എന്ന് നമുക്ക് പറയാം. നമ്മുടെ ശരീരത്തിൽ ഇത് പല സ്ഥലത്തുണ്ട്. ഉദാഹരണം മാസ്റ്റ് സെല്ല് ഹെപ്പാരിൻ ഉണ്ട്. ഹിസ്റ്റമിന്റെ ഒപ്പം സൂക്ഷിച്ചിരിക്കുന്ന ഹെപ്പാരിൻ ആണ്. ദെൻ ലങ് എപ്പിത്തീലിയൽ ഉണ്ട്. സോ ഇൻ ദ ലങ് എപ്പിത്തീലിയൽ ഉണ്ട്. ദെൻ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അവിടെയൊക്കെ നമുക്ക് ഹെപ്പാരിൻ ധാരാളമായിട്ട് കാണാം. നമ്മൾ ഹെപ്പാരിൻ മരുന്നായിട്ട് നമ്മൾ എടുക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, അത് ഓക്സിന്റെ ലങ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. ദെൻ പിഗിന്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ ഇവിടെ നിന്നാണ് നമുക്ക് ഹെപ്പാരിൻ കിട്ടുക. ആൻഡ് ഇങ്ങനെ കിട്ടുന്ന ഈ ഹെപ്പാരിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 15,000 ഡാൾട്ടനാണ്. സോ 15,000 ആണ് ഇതിന്റെ മോളിക്കുലാർ വെയിറ്റ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഹെപ്പാരിനെ നമ്മൾ വിളിക്കുക ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻസ് എന്നാണ്. LMWH ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ തന്നെയാണ്. ആൻഡ് ഇത് ഫിൽറ്റേർഡ് ആണ്, പ്യൂരിഫൈഡ് ആണ്, ഫ്രാക്ഷനേറ്റഡ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കുറെ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള ഹെപ്പാരിൻ. സോഴ്സ് ഇത് തന്നെയാണ്. സോ ദീസ് ആർ ഓൾസോ നാച്ചുറൽ എന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞവയാണ്. ആൻഡ് ഏകദേശം 2,800 മുതൽ 6,500 വരെ ഡാൾട്ടൺസ് മോളിക്കുലാർ വെയിറ്റ് ഉള്ളവ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൽ ഏറ്റവും മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞത് സെമുലോപാരിനാണ്. എല്ലാം അവസാനിക്കുന്നത് ഹെപ്പാരിന്റെ ആ എജി മാറ്റിയിട്ടുള്ള പാരിൻ അല്ലാണോ? സെമുലോപാരിൻ 2,800 ആണ് ഇതിന്റെ മോളിക്കുലാർ വെയിറ്റ്. പിന്നെ ഉള്ളത് ബെമി പാരിൻ ആണ്. ബെമി ദെൻ പാരിന്റെ 3,600 ആണ്. ഞാൻ എല്ലാത്തിന്റെ ഒന്നും എഴുതുന്നില്ല. ദെൻ പിന്നെയുള്ളൊക്കെ ഞാൻ ഈ പറയുന്നതെല്ലാം 5,000 താഴെയാണ്. ഉദാഹരണത്തിന് നാഡ്രോ പാരിൻ ഉണ്ട്. ദെൻ നമ്മുടെ രവി പാരിൻ ഉണ്ട്. ദെൻ ഇനോക്സ ഒക്കെ വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന പാരനാണ്. ഇനോക്സ പാരിൻ 4,800. സോ ഇതെല്ലാം 5,000 താഴെയുള്ളതാണ്. ഇനി 5,000 മുകളിൽ ഉള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഡാൽറ്റി പാരിൻ ഉണ്ട്. ഡാൽറ്റി പാരിൻ 5,000 ആണ്. പാർന പാരിൻ ഉണ്ട്. പാർന പാരിൻ 5,000 തന്നെയാണ്. സെർട്ടോക്ക് 5,400 ആണ്. 5,400. ദെൻ ടിൻസയും വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹെപ്പാരിനാണ്. ടിൻസ പാരിൻ 6,500 വരെയൊക്കെ വരും. ഓക്കെ, സോ ഇതൊക്കെയാണ് പാരിൻ. ദെൻ ആർഡി പാരിൻസ് ഒക്കെ ഉണ്ട്. സോ ഇതാണ് രണ്ടാമത്തെ സെക്കൻഡ് ഹെപ്പാരിൻസ്. അപ്പൊ മൂന്നാമത്തത് ഗ്രൂപ്പ് ലോ മോളിക്കുലാർ വെയിറ്റിനോട് വളരെ സാമ്യമുള്ള പക്ഷെ സിന്തറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് സിന്തറ്റിക് പെന്റോസാക്രൈഡ്സ് ആണ്. സോ ദീസ് ആർ പെന്റോസാക്രൈഡ്സ് മരുന്നാണ്. ഓക്കെ, ആൻഡ് മരുന്ന് ഒരെണ്ണേ ഉള്ളൂ. ഫോണ്ടാപാരിനെക്സ് എന്നാണ് ഇതിന്റെ പേര്. ഫോണ്ടാപാരിനെക്സ് ഇവിടെയും അത് വരുന്നുണ്ട്. ഒറ്റ മരുന്നുകൾ. ദെൻ വേറെ മരുന്ന് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇഡ്രാപാരിനെക്സ് എന്ന് പറയുന്ന ഒരു മരുന്ന് കുറെ നാളൊക്കെ ഉണ്ടായിരുന്നു, ടെസ്റ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. ദെൻ അതിന്റെ കൂടെ ബയോട്ടിൻ ആഡ് ചെയ്തിട്ട് വിഡിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് അന്റഗോണിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഡ്രാബയോട്ട ഓക്കെ പാരിനെക്സ് എന്ന് പറയുന്ന മരുന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഈ മരുന്നുകളൊന്നും അവൈലബിൾ അല്ല. സോ ഓൺലി ഫോണ്ടാപാരിനെക്സ്. സോ ഇത് മൂന്നുമാണ് നമ്മുടെ മരുന്ന് ഗ്രൂപ്പുകൾ. ഹെപ്പാരിൻ ഉണ്ട്, ലോ മോളിക്കുലാർ വെയിറ്റ് ഉണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള ഫോണ്ടാപാരിനെക്സ് ഉണ്ട്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ 3 ഗ്രൂപ്പ് മരുന്നുകളെയും കമ്പയർ ചെയ്തിട്ടായിരിക്കും. സോ ഹെപ്പാരിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്, ഇതും നാച്ചുറൽ ആണ്, പക്ഷെ ഇത് സിന്തറ്റിക് ആണ്. ആൻഡ് ഇതിന്റെ മോളിക്കുലാർ വെയിറ്റ് 15,000 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് 2,800 മുതൽ 6,500 വരെയുള്ളതുണ്ട്. ആൻഡ് ഇത് വെറും 1,500 ഡാൾട്ടൺ മാത്രമേ ഉള്ളൂ. ഒന്നും ഓറൽ അല്ല, നോട്ട് ഓറൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓറൽ അല്ല, ഇഞ്ചക്ഷൻ ആണ്. ആൻഡ് ദിസ് ഈസ് ഇഞ്ചക്ഷൻ ആണ്, ഇതും ഇഞ്ചക്ഷൻ ആണ്. പക്ഷെ ഇഞ്ചക്ഷൻ ആണെങ്കിലും IM കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കനോട്ട് ബി ഗിവൺ IM നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം ഹെമറ്റോമ ഉണ്ടാകും. സോ കനോട്ട് ബി ഗിവൺ IM. ആൻഡ് ഇത് നമുക്ക് ഇഞ്ചക്ഷൻ 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് IV ആയിട്ട് കൊടുക്കാം, സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കാം. സോ IV ആയിട്ട് കൊടുക്കുന്നത് ഇതാണ്. ഇത് ഓൺലി സബ്ക്യൂട്ടേനിയസ് ആണ്, ഇതും സബ്ക്യൂട്ടേനിയസ് മാത്രമാണ് കൊടുക്കുക. ആൻഡ് ഏതാണ് ഫാസ്റ്റസ്റ്റ് ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ആക്ടിങ് ഇതാണ്. പക്ഷേ ഇത് ഷോർട്ടസ്റ്റ്, ഏറ്റവും കുറച്ച് നേരം മാത്രമേ
മാത്രമേ പ്രവർത്തിക്കൂ. ആൻഡ് ഇത് കമ്പാരിറ്റീവ്ലി കുറേ കൂടി ലോങ്ങർ ആക്ടിംഗ് ആണ്. ഓരോ മരുന്നും വ്യത്യസ്തമായിട്ട് കുറച്ചെങ്കിലും ലോങ്ങർ ആക്ടിംഗ് ആണ്. ആൻഡ് ഇതാണ് ലോങ്ങസ്റ്റ് ആക്ടിംഗ് ഇതാണ്. ആൻഡ് ഇതിൽ ഡ്രപാരനെക്സ് വൺസ് വീക്ക്ലി ആയിരുന്നു, ഇപ്പൊ അതില്ല, ലോങ്ങസ്റ്റ് ആക്ടിംഗ്. ആൻഡ് ദിസ് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ എമർജൻസി. അടിയന്തര ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഇതാണ് കൊടുക്കുക. എന്തുകൊണ്ടായിരിക്കും? അതുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് വി ക്യാൻ ഗീവ് ഐ വി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്ന് ഇതാണ്. അതുകൊണ്ട് എമർജൻസി സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ ഇതായിരിക്കും കൊടുക്കുക. പക്ഷെ ഇത് രണ്ടും നമ്മൾ കൊടുക്കുക പ്രൊഫൈലാറ്റിക് ആയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി തുടർച്ചയായിട്ട് രോഗിക്ക് കുത്തിവെക്കണമെങ്കിൽ അപ്പോഴാണ് നമ്മൾ ലോ മോളിക്കുലാർ വെയിറ്റും ഓർ സിന്തറ്റിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇനി നമ്മൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹെപ്പാരിൻ്റെ അബ്സോർഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. മാത്രമല്ല ഓൺലി 1% മാത്രമേ ബ്ലഡിനകത്ത് എത്തൂ. ആൻഡ് അബ്സോർഷൻ ഈസ് അൺപ്രെഡിക്റ്റബിൾ അബ്സോർഷൻ ആണ്. പക്ഷേ ഇത് രണ്ടും ലോ മോളിക്കുലാർ വെയിറ്റും സിന്തറ്റിക്കും 100% ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു. ബയോ അവൈലബിലിറ്റി ഈസ് 100% ആഫ്റ്റർ സബ്ക്യൂട്ടേനിയസ് ആൻഡ് പ്രെഡിക്റ്റബിൾ എഫക്ട് ആഫ്റ്റർ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ. ഇതിന്റെ മെറ്റബോളിസം ആൻഡ് എലിമിനേഷൻ പറഞ്ഞാൽ ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഹെപ്പാരിനേസ് എന്ന് പറയുന്ന എൻസൈം വഴി റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം വഴി എൻഡോത്തീലിയൽ സെൽസ് വഴി റിമൂവ് ചെയ്യപ്പെടും അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്യപ്പെടുന്ന ഡ്രഗാണ്. പക്ഷേ ഇത് രണ്ടും ലോ മോളിക്കുലാർ വെയിറ്റും സിന്തറ്റിക്കും ഇത് കിഡ്നി വഴിയാണ്. കിഡ്നി വഴി യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന ഡ്രഗാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഹെപ്പാരിൻ ഈസ് സേഫ് ഇൻ കിഡ്നി ഫെയിലിയറിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന മരുന്നാണ് ഹെപ്പാരിൻ. പക്ഷേ ഇത് രണ്ടും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ കിഡ്നി ഫെയിലിയർ. ഇനി ഹെപ്പാരിൻ ഓവർഡോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആന്റിഡോട്ട് ഉണ്ട്. ആന്റിഡോട്ടിന്റെ പേര് പ്രോട്ടമിൻ സൾഫേറ്റ് ആണ് നമ്മൾ ആന്റിഡോട്ട് ആയിട്ട് ഉപയോഗിക്കുക. പ്രോട്ടമിൻ സൾഫേറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? സാൽമൺ ഫിഷിന്റെ സ്പേമിൽ നിന്നാണ്. സ്പേം ഓഫ് ഫിഷ് ആണ്. സാൽമൺ ഫിഷിന്റെ സ്പേമിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ്. 1 മില്ലിഗ്രാം പ്രോട്ടമിൻ സൾഫേറ്റ് ഇസ് ഈക്വൽ ടു 100 യൂണിറ്റ്സ് ഓഫ് ഹെപ്പാരിൻ. സോ ഹെപ്പാരിനൊക്കെ നമ്മൾ യൂണിറ്റിലാണല്ലോ, ഇൻസുലിൻ യൂണിറ്റ് ആണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ആകുമ്പോൾ യൂണിറ്റ്സിലാണ് പറയാ. പക്ഷേ ദിസ് ഈസ് നോട്ട് ദാറ്റ് മച്ച് എഫക്റ്റീവ്. ലെസ് എഫക്റ്റീവ്. പ്രോട്ടമിൻ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവ് അല്ല, ലെസ് എഫക്റ്റീവ് ആണ്. ഇതിന് ആന്റിഡോട്ട് ഇല്ല നമ്മുടെ കയ്യിൽ. ഇനി നമുക്ക് ഇവിടെ മെക്കാനിസം ഓഫ് ആക്ഷനിലെ വ്യത്യാസങ്ങളാണ് പറയേണ്ടത്. 3 സാരവും ഹെപ്പാരിനായാലും ലോ മോളിക്കുലാർ വെയിറ്റ് ആയാലും സിന്തറ്റിക് ആയാലും ഒട്ടിച്ചേരുന്നത് ആന്റി ത്രോംബിൻ 3യിലാണ് ശരിക്കും ആന്റി ത്രോംബിൻ 3യിൽ നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടിച്ചേരുന്ന ആൾക്കാരാണ്. അത് ഹെപ്പരാനാണ്. ഹെപ്പരാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഹെപ്പരാനിലുള്ളത് ഗ്ലൂക്കറോണിക് ആസിഡ് ആണ്. ഗ്ലൂക്കറോണിക് ആസിഡ് പ്ലസ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമിൻ എന്ന് പറയുന്ന സംഭവമാണ് ഉള്ളത്. ഹെപ്പാരിനിലുള്ളത് 2 സൾഫേറ്റഡ് ഇഡ്രോണിക് ആസിഡ് ആണ്. ഇഡ്രോണിക് ആസിഡും പ്ലസ് അതിന്റെ കൂടെ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമിന് പകരം 2 സ്ഥലത്ത് 6O സൾഫേറ്റഡ് ആൻഡ് ഓൾസോ എൻ സൾഫേറ്റഡ് ഗ്ലൂക്കോസമിൻ ആണ് എന്നുള്ളതാണ് വ്യത്യാസം. ഹെപ്പാരിൻ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ വേറെ സംഭവമാണ് കൊടുക്കുക. ഹെപ്പാരിൻ അല്ല എന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എന്തായാലും നമ്മൾ കൊടുക്കുന്ന ഹെപ്പാരിൻ ആന്റി ത്രോംബിൻ 3യിൽ പോയിട്ട് ഒട്ടിച്ചേക്കും. ഈ 3 മരുന്നുകളും ഒട്ടിച്ചേരുന്നതിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസമാണ് ഇവയുടെ ആക്ഷനിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം. ഈ ഹെപ്പാരിൻ നമ്മൾ പറഞ്ഞു വലിയ മോളിക്കുലാർ വെയിറ്റ് ഉള്ള സംഭവമാണ്. ഇത് ആന്റി ത്രോംബിൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വലിയൊരു ആന്റി ത്രോംബിൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെപ്പാരിൻ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ കോസസ് സ്ട്രക്ചറൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സോ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അവിടെ ഫാക്ടർ 2 അല്ലെങ്കിൽ പ്രോത്രോംബിൻ ആൻഡ് ഓൾസോ ഫാക്ടർ 10 ഇത് രണ്ടും വന്ന് ഒട്ടിച്ചേരുന്നത് തടയപ്പെടും. സോ ഇത് ഹെപ്പാരിൻ ആണെങ്കിൽ, ഇത് ആന്റി ത്രോംബിൻ 3 ആണെങ്കിൽ, 83 ആണെങ്കിൽ അതിൽ വന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകും. ആൻഡ് ദിസ് കോസസ് ഇൻഹിബിഷൻ ഓഫ് ഫാക്ടർ 2 ആൻഡ് ഫാക്ടർ 10 രണ്ടും തടയും. പക്ഷെ ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ ആണെങ്കിലോ, ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. വളരെ ചെറുതാണെങ്കിൽ ഇത്രയും സ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം ഉണ്ടാക്കുന്ന ഇറ്റ് കോസസ് കൺഫർമേഷണൽ ചേഞ്ചസ് മാത്രമേ ഉണ്ടാകൂ. അപ്പൊ അതുകൊണ്ട് ഫാക്ടർ 2ന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നില്ല. ഓൺലി അല്ല, ഫാക്ടർ 10ന്റെ ആണ് കൂടുതൽ തടസ്സപ്പെടുത്തുന്നത്. ഫാക്ടർ 2ന്റെ കുറച്ച് മാത്രമേ ഉള്ളൂ. സോ ഇത് കുറവാണ്. സോ കമ്പാരിറ്റീവ് ടു ഹെപ്പാരിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാക്ടർ 2ന്റെ ഇൻഹിബിഷൻ ലോ മോളിക്കുലാർ വെയിറ്റിന് കുറവാണ് എന്ന് കാണാം. പക്ഷെ സിന്തറ്റിക് ആണെങ്കിലോ, സിന്തറ്റിക് വെറും 1500 മാത്രമേ ഉള്ളൂ. ഇത് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഓൺലി ഫാക്ടർ 10ന്റെ പ്രവർത്തനം മാത്രമേ തടയുന്നുള്ളൂ. ഫാക്ടർ 2ന്റെ പ്രവർത്തനം തടയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. സോ ഹെപ്പാരിൻ ഫാക്ടർ 2നെയും ഫാക്ടർ 10ന്റെയും ആക്ഷൻ തടയും. ലോ മോളിക്കുലാർ വെയിറ്റ് കൂടുതൽ ഫാക്ടർ 10 ആണ്, കുറച്ച് ഫാക്ടർ 2നെയും തടയും. ആൻഡ് സിന്തറ്റിക് ആണെങ്കിൽ ഫാക്ടർ 10 മാത്രമേ തടയൂ. സോ ഇത് മൂലം നമ്മൾ ഹെപ്പാരിൻ കൊടുത്തു കഴിഞ്ഞാൽ അത്
അതുകൊണ്ട് നമുക്ക് ആക്ടിവേറ്റഡ് പാർഷ്യൽ പ്രോത്രോംബിൻ ടൈം നമ്മൾ നോക്കേണ്ടി വരും. സോ ദിസ് നീഡ്സ് മോണിറ്ററിംഗ് വേണം, ഇതിന് മോണിറ്ററിംഗ് വേണം. ആക്ടിവേറ്റഡ് പാർഷ്യൽ പ്രോത്രോംബിൻ ടൈം ആണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ അധികമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രോത്രോംബിൻ ടൈമും നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും. സോ ലോ സേഫ്റ്റി ഓഫ് മാർജിൻ, ഇതിന് ലോ സേഫ്റ്റി ഓഫ് മാർജിൻ കുറവാണ്, അല്ലെങ്കിൽ നാരോ തെറാപ്യൂട്ടിക് റേഞ്ച് ആണ് ഉള്ളത്. പക്ഷെ ലോ മോളിക്കുലാർ വെയിറ്റും ആൻഡ് ദിസ് ഫോണ്ടാപാരനക്സും ഇത് രണ്ടും നോ നീഡ് ഫോർ മോണിറ്ററിംഗ്, രണ്ടിനും നോ നീഡ് ഫോർ മോണിറ്ററിംഗ്. APPTO അല്ലെങ്കിൽ PTO ഒന്നും മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ഹാവിങ് മോർ സേഫ്. സോ ഇതാണ് ഇവയുടെ മെക്കാനിസത്തിലുള്ള വ്യത്യാസം മൂലമാണ് ഈ എഫക്റ്റുകൾ ഉണ്ടാകുക. അപ്പോൾ ഇനി നമുക്ക് ഇവയുടെ യൂസസ് പറയാം, ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് വെച്ചാൽ ഹെപ്പാരിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ എമർജൻസീസ്. സോ എമർജൻസി കണ്ടീഷൻസിലെല്ലാം ഹെപ്പാരിൻ ആണ്. അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹെപ്പാരിൻ ആണ് കൊടുക്കുക, ഹൈ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ ആണ്. കാരണം ഇത് നമുക്ക് IV കൊടുക്കാം. IV കൊടുക്കുമ്പോൾ നമുക്ക് ഡോസ് ടൈട്രേഷൻ പോസിബിൾ ആണ്, ഡോസ് ടൈട്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. സോ അപ്പോൾ എവിടെ കണ്ടീഷനാണ് അക്യൂട്ട് ഓർക്കുക, അക്യൂട്ട് എന്ന് പ്രത്യേകം ഓർക്കുക. അക്യൂട്ട് DVT ഓർ പൾമണറി എംബോളിസം നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഹെപ്പാരിൻ ആണ്. പിന്നീട് അതിന്റെ മെയിൻ്റനൻസിന് നമുക്ക് ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ കൊടുക്കാം, വേണമെങ്കിൽ ഇതും കൊടുക്കാം. പക്ഷേ ലോ മോളിക്കുലാർ വെയിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വാർഫാറിനാണ്. കാരണം വാർഫാറിൻ ഗുളികയാണ്, വില ഭയങ്കര കുറവാണ്, കുത്തിവെക്കണം. ഇതാകുമ്പോൾ കുത്തിവെക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കിതും കൊടുക്കാം. ഇനി ACS ഓർ അക്യൂട്ട് കൊറോണറി സിൻഡ്രോംസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം MI ഓർ അൺസ്റ്റേബിൾ അഞ്ചൈന ഇങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ ഫസ്റ്റ് ഡ്രഗ് ആസ്പിരിൻ ആണ്. ആസ്പിരിൻ്റെ ഒപ്പം പ്ലസ് നമ്മൾ 4 ആഴ്ച 4 വീക്സ് ഹെപ്പാരിൻ തന്നെയാണ് നമ്മൾ കൊടുക്കുക. ഹൈ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ ആണ് കൊടുക്കുക. ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലോ ആൻജിയോപ്ലാസ്റ്റി കണ്ടീഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ബലൂൺ ആയാലും ടെൻഡ് ആയാലും ആസ്പിരിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. അതിനൊപ്പം നമ്മൾ വീണ്ടും ഹൈ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ തന്നെയാണ് നമ്മൾ കൊടുക്കുക. ഇനി ബൈപ്പാസ് സർജറിയിൽ കാർഡിയോ പൾമണറി ബൈപ്പാസ് ആണെങ്കിൽ കത്തീറ്റർ, ഇഫ് യു ആഡ് കത്തീറ്റർ നമ്മൾ ഇടുകയാണെങ്കിൽ കത്തീറ്ററിന് ക്ലോട്ടിംഗ് കാസ്കേഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെയും നമ്മൾ ഹെപ്പാരിൻ തന്നെയാണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ഇനി DIC ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കൊയാഗുലേഷൻ എമർജൻസി കണ്ടീഷനാണ്. സോ ഈ കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുക, IV ആയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹെപ്പാരിൻ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ നമ്മൾ എവിടെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ്. പ്രിവെൻഷൻ ഓഫ് ത്രോംബോസിസ് പ്രിവെന്റ് ചെയ്യണം. അപ്പോൾ ലോങ് ടേം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് നമുക്ക് കുത്തിവെക്കാം, സേഫ് ആണ്, സ്വയം നമുക്ക് കുത്തിവെക്കാം, മോണിറ്ററിംഗ് ഒന്നും ചെയ്യണ്ട. സോ ഇൻ പ്രൊഫൈലാക്സിസ്, സോ ഇത് കൊടുക്കുന്നത് പ്രൊഫൈലാക്സിസ് ഓഫ് DVT ബാർ പൾമണറി എംബോളിസത്തിലാണ് നമ്മൾ കൊടുക്കുക. എവിടെയാണ്? ഇൻ സർജിക്കലി ഇൽ പേഷ്യൻസിൽ നമുക്ക് കൊടുക്കാം. ആൻഡ് ഓൾസോ ഇൻ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി സർജറി ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് വരെയും വീട്ടിലേക്ക് വിടുമ്പോഴും അവിടെയും നമുക്ക് ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻസ് കൊടുക്കാം, ഓർ സിന്തറ്റിക് ആയാലും കൊടുക്കാം. ആൻഡ് മറ്റൊരു കേസ് ഈസ് ഇൻ പ്രഗ്നൻസിയിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ ആണ്. ലാക്ടേഷനിലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ലോ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഇതും ഓക്കെയാണ്, കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നും. ഇനി ഹെപ്പാരിൻ നമുക്ക് കൊടുക്കാവുന്ന വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇൻവിട്രോ ആണ്. ഇൻവിട്രോ ആന്റി കൊയാഗുലന്റ് ആയിട്ട് നമുക്ക് ഹെപ്പാരിൻ കൊടുക്കാം. സോ ഹീമോഡയാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂസ്. ഹീമോഡയാലിസിസ് ബ്ലഡ് പുറത്ത് വെച്ചിട്ട് വേണം പ്യൂരിഫൈ ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഹെപ്പാരിൻ കൊടുക്കാം. ദെൻ സിറം കാൽഷ്യം നമുക്ക് എപ്പോഴെങ്കിലും ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് ആന്റി കൊയാഗുലന്റ് എല്ലാം നമുക്കറിയാം കാൽഷ്യം ചീലേറ്റർ ആണ്. ഇത് കാൽഷ്യം ചീലേറ്റർ അല്ല, അതുകൊണ്ട് നമുക്ക് ഹെപ്പാരിൻ കൊടുക്കാം. ദെൻ ലിപ്പീമിയ ക്ലിയറൻസിലും നമുക്ക് ഹെപ്പാരിൻ ആണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ട്രൈഗ്ലിസറൈഡ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബ്ലഡിലെ ടർബിഡിറ്റി കുറയ്ക്കാനും നമുക്ക് ഇത് ഹെപ്പാരിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് സൈഡ് എഫക്ട്സ് ഓർ അഡ്വേഴ്സ് എഫക്ട് ADR ഓഫ് ദി ഡ്രഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കാൻ സാധ്യത ഇതാണ്. ബിക്കോസ് ഹൈ മോളിക്കുലാർ വെയിറ്റ് ആണ്, നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനമാണ്. സോ അലർജി ഇവയ്ക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്, ഇവയ്ക്കും കുറവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആൻഡ് സീരിയസ് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഹെപ്പാരിൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോസൈറ്റോപീനിയ ആണ്. HIT എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതാണ് ഏറ്റവും സീരിയസ് കണ്ടീഷൻ. ഏറ്റവും കൂടുതൽ ഉള്ളത് ഹെപ്പാരിൻ ആണ്. ആൻഡ് ലോ മോളിക്കുലാർ വെയിറ്റിന് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇതിന് ഒട്ടും ഇല്ല എന്ന് പറയും. ഫോണ്ടാപാരനക്സിന് ഒട്ടും ഇല്ല. സോ ഇതുണ്ടാവാൻ കാരണം എന്താ? ഇതുണ്ടാവാൻ കാരണം ഹെപ്പാരിൻ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിൽ പോയി ഹെപ്പാരിൻ പോയിട്ട് പിടിച്ച് കഴിയുമ്പോൾ ദിസ് വിൽ ബിക്കം ഇമ്മ്യൂണോജനിക്.
ഉണ്ടാക്കിയേക്കാം. സോ അതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കിക്കൊണ്ടുവരും. ആൻറ്റിബോഡി ആൻറ്റിജൻ റിയാക്ഷൻ നടന്ന് പ്ലേറ്റ്ലെറ്റ്സ് കട്ടപിടിച്ച് വാസ്കുലാർ ബ്ലഡ് വെസൽസിനകത്ത് ഇങ്ങനെ ത്രോംബോസിസ് ഉണ്ടാകുന്ന സ്ഥലം അനുസരിച്ച് ഹൃദയത്തിലൊക്കെ ആണെങ്കിൽ മരണം വരെ സംഭവിക്കാം. സോ ഹെപ്പാരിൻ കൊടുത്ത് 5th ഡേ 5ാമത്തെ ദിവസം കഴിയുമ്പോഴാണ് ഇത് ഉണ്ടാവുക. ഉടൻ ചെയ്യേണ്ടത് ഹെപ്പാരിൻ നിർത്തുക. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഹെപ്പാരിൻ കൊടുക്കാനും പാടില്ല എന്നുള്ളതും കൂടി ഓർക്കുക. ദെൻ നമ്മൾ ഹെപ്പാരിൻ നിർത്തിയിട്ട് പുതിയ മരുന്നുകൾ നമുക്ക് എർഗാട്രോബാൻ പോലെയുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ബിവാൽറൂഡിൻ പോലെയുള്ള മരുന്നുകൾ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണ്ടാപാരിനെക്സ് നമുക്ക് കൊടുക്കാം. ഡാനാപെറോയിഡ് നമുക്ക് കൊടുക്കാം. പക്ഷേ കൊടുക്കാൻ പാടില്ലാത്തത് വാർഫാറിൻ പകരം കൊടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാടും. അത് കൊടുക്കാൻ പാടില്ല. ആൻഡ് ഇതിനോ ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിനോ ഇതിന് കുറച്ചേ ഉള്ളൂ. ലെസ് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ചുണ്ട്, പക്ഷെ ലെസ് ആണ്, കുറവാണ്. ആൻഡ് ഓൾസോ വെരി ലെസ് ത്രോംബോസൈറ്റോപീനിയൊക്കെ കുറവാണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇനി മറ്റ് പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ലിവറിൽ ഉണ്ടാക്കാം ഹെപ്പാറ്റിക് ഫങ്ഷൻസ് അബ്നോർമാലിറ്റി ഉണ്ടാക്കാം. ഇതും കുറച്ചുണ്ടാക്കിയേക്കാം ആൻഡ് ഇതും കുറച്ചുണ്ടാക്കിയേക്കാം. ദെൻ ഹെപ്പാരിൻ ക്യാൻ കോസ് അലോപേഷ്യ ഉണ്ടാകാനുള്ള കാരണം കെരാറ്റിനുമായിട്ട് ഹെപ്പാരിൻ ഒട്ടിച്ചേരുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ദെൻ ഓസ്റ്റിയോപോറോസിസ് ആണ് അടുത്ത പ്രശ്നം. ഓസ്റ്റിയോപോറോസിസ് എല്ലാം കുറച്ചുണ്ടാക്കാട്ടോ. ഇതൊക്കെ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണിലെ കൊളാജിനുമായിട്ട് ഒട്ടിച്ചേരുന്നുണ്ടാകും. സോ നമ്മൾ ലോ മോളിക്കുലാർ വെയിറ്റ് പ്രഗ്നൻസിയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്റ്റിയോപോറോസിസ് തടയാനായിട്ട് അതിൻ്റെ കൂടെ കാൽഷ്യം പ്ലസ് വൈറ്റമിൻ ഡി ഈ ഗുളികകൾ നമ്മൾ കൂടെ കൊടുത്തേ പറ്റൂ, മസ്റ്റായിട്ട് കൊടുക്കണം. ഇനി അടുത്തൊരു പ്രശ്നം ഹൈപ്പോകലീമിയ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഹൈപ്പോകലീമിയ ഉണ്ടാക്കാൻ കാരണം ആൽഡോസ്റ്റിറോണിന്റെ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യും. സോ ആൽഡോസ്റ്റിറോൺ സോഡിയം റിറ്റൻഷൻ ആണ്. സോഡിയം റിറ്റൻഷൻ കുറയുമ്പോഴത്തേക്കും പൊട്ടാസ്യം റിറ്റൻഷൻ. ദെൻ ഫൈനലി എല്ലാ ആന്റികോയാഗുലൻസ് പോലെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ്, എല്ലാത്തിനും ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ലോ മോളിക്കുലാർ വെയിറ്റിന് ബ്ലീഡിങ് ഉണ്ടാക്കാം, പക്ഷെ ബ്ലീഡിങ് കുറവാണ് ബിക്കോസ് ഫാക്ടർ 2 തടയുന്നില്ല. ഇതിനും കമ്പാരിറ്റീവ്ലി ബ്ലീഡിങ് കുറവാണ്, ഉണ്ട് എങ്കിലും പക്ഷെ കുറയുന്നില്ല. കാരണം ഓൺലി ഫാക്ടർ 10 മാത്രമേ തടയുന്നുള്ളൂ. ഇത് ഫാക്ടർ 10 തടയും പ്ലസ് ഇത്തിരി സ്മോൾ ആയിട്ട് ഫാക്ടർ 2 തടയും. ഇത് ഫാക്ടർ 2 തടയുന്നുണ്ട് അല്ലെ, 2 തടയുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതലായി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെപ്പാരിൻ, ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ ആൻഡ് സിന്തറ്റിക് ഫോണ്ടാപാരിൻ. സോ താങ്ക് യു ഫോർ ലിസണിങ്.